ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ 2-3 ദിവസം വാഗമണ്ണിൽ പോയേ. അപ്പോൾ ഞങ്ങളവിടെ സ്റ്റേ ചെയ്തത് ഏറ്റവും ഹിൽ ടോപ്പിലുള്ള ഓറഞ്ച് വാലി റിസോർട്ടിലാണ്. ഇതതിൻ്റെ എൻട്രൻസ് ആണ്. ഭയങ്കര രസമാണ് കാണാൻ. ഇഷ്ടംപോലെ ചെടികളും പൂക്കളും ഒക്കെ പോകുന്ന വഴിയിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ആ വില്ലയൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. എല്ലാം ബുക്കിംഗ് ആയിരുന്നു. ആകെ പിന്നെ ഈ ഒരു റൂം മാത്രമേ കിട്ടിയുള്ളൂ. ഈ റൂം വലിയ കുഴപ്പമില്ല. നമുക്ക് സൈഡിലൊരു ബാൽക്കണിയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. എന്നാലും ഒന്നുകൂടെ നല്ലത് നേരത്തെ തുടക്കത്തിൽ ഞാൻ കാണിച്ച ആ വില്ലയാണ്. അവിടെ നമുക്ക് മുകളിലും താഴെയായിട്ടുണ്ട് ഒരു റൂമും പിന്നെ ബാൽക്കണി, പിന്നെ ഒരു ലിവിങ് ഏരിയ, സിറ്റ് ഔട്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ റിസോർട്ടിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇവിടുത്തെ ഈ ഇൻഫിനിറ്റ് പൂളാണ്. കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ചെറിയൊരു സെക്ഷനോടെ ഉണ്ട്. അത് ഏറ്റവും മുകളിൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ സൺസെറ്റ് കാണാവേ. ഞാൻ ഇറങ്ങിയില്ല, എനിക്ക് ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇറങ്ങിയില്ല, കുഞ്ഞുള്ളതുകൊണ്ട്. അത് മാത്രമല്ല, എനിക്ക് പേടിയായിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് ഉണ്ണിക്കുട്ടന് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ചെടികളൊക്കെ നടന്ന് കണ്ടു. ഉണ്ണിക്കുട്ടനെ പാർക്കിലും കൊണ്ടുപോയി. അവിടുത്തെ പൂക്കളൊക്കെ കാണണം. ഈ റോസാപ്പൂ ഇല്ലേ, എന്തൊരു വലിയ വലിപ്പമാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല, ശരിക്കും ഭയങ്കര വലിയ പൂക്കളാണ്. അവിടെ ഒരു രാവിലെ എനിക്ക് തോന്നുന്നൊരു 10 മണി തൊട്ട് ഒരു 4:30-5 മണി വരെ ഭയങ്കര വെയിലാണ്. ഇവിടുത്തെ കൂട്ട് തന്നെ ഭയങ്കര വെയിലാണ്. പിന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചെറിയ തണുപ്പൊക്കെ തുടങ്ങും. അവിടെ കുട്ടികളൊക്കെ സൈക്കിളിൽ ഓട്ടുന്നുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് ഉണ്ണിക്കുട്ടൻ സൈക്കിളിൽ ഓട്ടണമെന്ന് പറയുക. എനിക്കവനെ സൈക്കിളിൽ ഓട്ടാൻ വിടാൻ പേടിയായിരുന്നു. കാരണം ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുമല്ലേ. പക്ഷെ അവന് ചവിട്ടണം എനിക്കറിയാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവൻ ചവിട്ടി. പക്ഷേ കേട്ടോ, ഇനി കുറച്ച് നേരം വെറുതെ വെളിയിലെ കാഴ്ചകളും ലൈറ്റ് സന്ധ്യ ആയപ്പോഴത്തേക്ക് നല്ല ലൈറ്റെല്ലാം ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ. ഇത് രാത്രിയിലത്തെ വ്യൂ ആണ്. നമുക്ക് വണ്ടിയൊക്കെ നമ്മൾ താമസിക്കുന്ന വില്ലയുടെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട്. അവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റി, നല്ല ഫുഡാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വിശേഷം ഞാൻ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാവേ.